ഹായ് ഫ്രണ്ട്സ്, ആഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മഴക്കാലമൊക്കെ എത്തിയെങ്കിലും നമുക്ക് ഇതുവരെ നല്ല രീതിയിലുള്ള ഒരു മഴയൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. എല്ലാ മേഖലകളിലും മഞ്ഞപ്പിഞ്ചാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാവരും മഴയൊക്കെ തുടങ്ങിയെന്ന് ഓർത്ത് ക്വിനാൽഫോസ് പോലെ വീര്യം കുറഞ്ഞ മരുന്നുകളൊക്കെ അടിക്കുകയും ചെയ്തു. അതിനുശേഷം തണ്ടുവരപ്പൻ കണ്ടു തുടങ്ങി എല്ലാ മേഖലകളിലും. അപ്പോൾ നമുക്ക് ഈ സമയത്ത് അത്യാവശ്യം തണ്ടുവരപ്പന് കൺട്രോൾ കിട്ടുകയും അതേപോലെ നമ്മുടെ സാരങ്ങളെല്ലാം ഒന്ന് തെളിയുകയും നമുക്ക് നല്ലൊരു സാരമൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന ടൈപ്പിലൊരു കോമ്പിനേഷൻ മരുന്നും അതിൻ്റെ കൂടെ മഞ്ഞപ്പിഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള ചെടികൾക്ക് പെട്ടെന്നൊന്ന് കായ പിടിച്ച് കിട്ടാനായിട്ട്, വേര് കംപ്ലൈൻറ്റ് ഇല്ലാത്ത ചെടികൾക്ക് പെട്ടെന്നൊന്ന് കായ പിടിച്ച് കിട്ടാനായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് FMCയുടെ കാസ്പോ എടുത്തിട്ടുണ്ട്, ക്രിസ്റ്റലിൻ്റെ അപ്പെക്സ് 50 മരുന്ന് എടുത്തിട്ടുണ്ട്, സിഞ്ചണ്ടാടെ ഇസാബിയോൺ എടുത്തിട്ടുണ്ട്, C6 എനർജിയുടെ അഗ്രോഗനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4 ബോട്ടിൽ നമുക്ക് ആവശ്യമില്ല. അഴുകലുള്ള മേഖലകളിൽ അമിനോ ആസിഡ് കൊടുക്കാൻ പറ്റാത്തവർക്ക് ഉപയോഗിക്കാനായിട്ടാണ് നമ്മൾ ഈ അഗ്രോഗൈൻ എന്ന് പറഞ്ഞ CBയോട് ചൂസ് ചെയ്തേക്കുന്നത്. അഴുകലില്ലാത്ത പക്ഷം ഇസോവിയാണ്, അഴുകലുണ്ടെങ്കിൽ അഗ്രോഗൈന്, അങ്ങനെ ഒരു ഇതാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മരുന്നിലോട്ട് കിടക്കാം. ക്രിസ്റ്റലിലെ അപ്പെക്സ് 50 എന്ന് പറയുന്ന മരുന്ന് വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ളതാണ്. നമുക്കറിയാം സൂപ്പർമിത്രൻ്റെ ഏകദേശം കോമ്പിനേഷൻ ആണിത്. ഇമാമെറ്റിൻ പ്ലസ് ഫിപ്രോനിൽ നിന്ന് കോമ്പിനേഷനാണ് വരുന്നത്. ഈ സമയത്ത് നമുക്ക് കൊടുത്തു കഴിയുമ്പോൾ സാരമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തെളിഞ്ഞ് വരുന്നതാണ്. ഇമാമെറ്റിൻ 1.5ഉം ഫിപ്രോനിൽ 3.5 ആണ് വരുന്നത്. SC ഫോർമുലേഷനിൽ വരുന്നൊരു കോമ്പിനേഷനാണ്. നമുക്കൊരു മാർക്കറ്റിൽ 2000 തൊട്ട് 2500 രൂപ വരെ വില വരുന്ന ഒരു കോമ്പിനേഷനാണ്. നമുക്കൊരു ബാരൽ കോസ്റ്റ് 400 രൂപ തൊട്ട് 450 രൂപ വരെ ബാരൽ കോസ്റ്റ് വരുന്നതാണ്. ഇതിലൊരു ഡോസേജ് എന്ന് പറയുന്നത് നമുക്ക് നല്ല വെയിലുള്ള സമയങ്ങളിൽ, കടുത്ത വേനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു കോമ്പിനേഷനാണ് ഈ അപ്പെക്സ് 50 എന്ന് പറയുന്നത്. ക്രിസ്റ്റലിൽ അപ്പെക്സ് 50 ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മരുന്നാണ്. പണ്ട് തൊട്ടേ നമ്മൾ വേനൽക്കാലങ്ങളിലേക്ക് ആൾക്കാർ ഉപയോഗിച്ച് വന്നിരുന്നൊരു കോമ്പിനേഷനാണ്. നല്ല വെയിലുള്ള സമയങ്ങളിൽ നമുക്ക് 200 ലിറ്ററിന് 200 മില്ലിയും, ഇതേപോലെ അല്പം മഴയൊക്കെ കിട്ടുന്നൊരു സാഹചര്യമാണെങ്കിൽ 200 ലിറ്ററിന് 150 മില്ലി വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കോമ്പിനേഷനാണ്. നല്ല റിസൾട്ടാണ്. നമുക്ക് അപ്പെക്സ് 50 കൊടുക്കുക കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശരമെല്ലാം നല്ല തെളിഞ്ഞ് നല്ല രീതിയിൽ ഫ്രഷായിട്ട് വരുന്ന കാണാം. നല്ല എന്താ പറയുക, നല്ല തിളങ്ങി നിൽക്കും ശരങ്ങളൊക്കെ. അത് ആ ഇമാമെറ്റിൻ്റെ ഫിപ്രോനിലെ ഒരു കോമ്പിനേഷൻ്റെ ഒരു എഫക്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേരൊക്കെ അല്പം കുറവുണ്ടെങ്കിലും അതേപോലെ കായ് പിടിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് FMCയുടെ കാസ്പോ ചൂസ് ചെയ്യാം. കാസ്പോ നമുക്ക് 150 ടു 200 മില്ലി 200 ലിറ്ററിന് കൊടുക്കാം. നമുക്ക് കാസ്പോ കൊടുക്കുമ്പം കാൽസ്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളിലെ സെല്ലിൻ്റെ ഡിവിഷനും ഒക്കെ സ്പീഡിൽ നടക്കുന്നുണ്ട്. നമുക്ക് പുതുവേരുകളൊക്കെ പൊട്ടി വരാനും അതേപോലെ കാൽസ്യം സിങ്ക് ബോറോണിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ കായ് പിടിക്കാനായിട്ട് നല്ലൊരു ഇതാണ്. നമുക്കറിയാം FMCയുടെ കാസ്പോ പലരും ഉപയോഗിച്ചിട്ടുണ്ട് മഞ്ഞപ്പിഞ്ചിൻ്റെ പ്രശ്നങ്ങൾക്കായിട്ട്. അവിടെ നല്ല റിസൾട്ട് ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളെല്ലാവരും കാസ്പോ ഉപയോഗിക്കുന്നവരോട് നമ്മൾ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ കാസ്പോയുടെ കൂടെ ഒരു അമിനോ ആസിഡും കൂടെ കൂട്ടി ഉപയോഗിക്കുക. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുമെന്നൊക്കെ പറയാം, എല്ലാവരോടും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിന് കാര്യം കാൽസ്യം പ്ലസ് അമിനോസിൻ്റെ കോമ്പിനേഷൻ ഫ്രൂട്ടിങ്ങിന് നല്ലൊരു കോമ്പിനേഷനാണ്. പ്ലസ് ബോറോണും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കാസ്പോയ്ക്കകത്ത് കാൽസ്യം സിങ്ക് ബോറോൺ കിട്ടുന്നുണ്ട്. അത് ഏലച്ചെടികൾക്ക് അത്യാവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാസ്പോയിൽ നല്ല റിസൾട്ടാണ്. കാസ്പോയുടെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാസ്പോയ്ക്ക് ഒരു 1250 രൂപ വരെ വില വരുന്നൊരു പ്രോഡക്റ്റാണ് ഒരു ലിറ്ററിന്. അതേപോലെ നമ്മുടെ ഇസാബിയോൺ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇസാബിയോൺ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അമിനോ ആസിഡാണ്. ഇറ്റാലിയൻ മെയ്ഡ് പ്രോഡക്റ്റാണ്. ഇത് ഇസാബിയോൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത് നമുക്ക് 200 ലിറ്ററിന് 400 മില്ലി വരെ ഉപയോഗിക്കാം. എല്ലാവരും മെൻഷൻ ചെയ്തിട്ടുണ്ട്. 200 ml തൊട്ട് 300 ml വരെ 100 ലിറ്റർ വെള്ളത്തിൽ കൊടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നല്ല ക്വാളിറ്റി അമിനോ ആസിഡാണ്. അതേപോലെ NOCAയുടെ അപ്രൂവേഷനൊക്കെ ഉള്ള പ്രോഡക്റ്റാണ്. നല്ല ക്വാളിറ്റി അമിനോ ആസിഡാണ്. നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഈ വിലയ്ക്ക് ഒരു 1100 രൂപ റേഞ്ചിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള അമിനോ ആസിഡാണ്. നമുക്ക് പിന്നെ C6 എനർജിയുടെ അഗ്രോഗൈൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എല്ലാവർക്കും പരിചയമുള്ള പ്രോഡക്റ്റുകളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, നമുക്ക് ഇതുവരെ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളൊരു സീവീഡ് എന്ന് പറയാം. നമുക്കറിയാം റെഡ് ആൽഗയിൽ നിന്ന് എടുക്കുന്ന സീവീഡാണ്. അപ്പം നല്ല ക്വാളിറ്റിയാണ്. അല്പം വില കൂടുതലാണ്. ഒരു 1900 തൊട്ട് 2000 രൂപ വരെ മാർക്കറ്റിൽ വിലയാണ്. നമുക്ക് ഡ്രിഞ്ചിങ്ങിനും കൊടുക്കാം, സ്പ്രേയിങ്ങിനും പോകാം. ഡ്രിഞ്ചിങ് ആണെങ്കിൽ ഡോസേജ് 100 മില്ലിയും സ്പ്രേയിങ് ആണെങ്കിൽ 200 മില്ലിയാണ് ഇതിൻ്റെ ഒരു ഡോസേജ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും. അഗ്രോഗൈൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞിരുന്നു 1900 തൊട്ട് 2000 രൂപ വരെ മാർക്കറ്റ് റേറ്റ് വരുന്നതാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്.
200 മില്ലി ഉപയോഗിക്കാൻ കഴിയുവാണെങ്കിൽ പക്ക റിസൾട്ടാണ്. നല്ല രീതിയിൽ കായ്കൾ പിടിച്ചു വരികയും നല്ല ബോൾട്ടുള്ള കായ്കൾ കിട്ടാനും ഈ അഗ്രോഗെയിനും ഇസാബിയോടും ഒന്നിനൊന്നും മെച്ചമാണ്. അപ്പം നമുക്ക് അഴുകലുള്ള നല്ല കൊത്തഴയിലൊക്കെ ഉള്ള ഫീൽഡിൽ അമിനോ ആസിഡ് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു സീവിഡും കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്തത്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് കാസ്ബോയും ഇസാബിയോണും അപ്പെക്സ് 50 കൂടെ കൂട്ടിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നല്ലൊരു കോമ്പിനേഷനാണ്. അത്യാവശ്യം എല്ലാവർക്കും നമുക്ക് ചെയ്ത് നോക്കാൻ കഴിയും. നല്ലപോലെ കായ് പിടിച്ച് നല്ല ബോൾട്ടുള്ള കായ്കളും മഞ്ഞപ്പിഞ്ചിൻ്റെ ഒരു ഡ്രോപ്പിംഗ് ഒക്കെ ഒന്ന് കുറഞ്ഞ് ശരമൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് കിട്ടാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണിത്. എല്ലാവർക്കും ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നല്ല റിസൾട്ടുള്ള പ്രോഡക്റ്റുകൾ. പിന്നെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ അപ്പെക്സ് 50യുടെ കാര്യം പറഞ്ഞു. അത്യാവശ്യം വിലയുള്ള പ്രോഡക്റ്റാണ്. ഒരു 2500 രൂപ വരെ വില വരാവുന്ന പ്രോഡക്റ്റാണ്. നമ്മുടെ ഇസാബിയോൺ 1000 തൊട്ട് 1150 വരെ വില വരാവുന്നതാണ്. കാസ്ബോയ്ക്ക് 1200 രൂപ വരെ വില വരാവുന്നതാണ്. നമ്മുടെ അഗ്രോഗെയിന് 2000 രൂപ വരെ വില വരാവുന്ന പ്രോഡക്റ്റുകളാണ്. ഓരോ ഏരിയ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലം ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ അതിനനുസരിച്ച് ചില വിലകളിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം. അപ്പം അതുകൊണ്ട് വിലയിൽ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. നമ്മുടെ കാസ്ബോയുടെ ഡോസേജ് നമ്മൾ പറയുന്നത് 200 ml ആണ്. മഴ കുറവാണെങ്കിൽ നമ്മുടെ ക്രിസ്റ്റൽ അപ്പെക്സ് 50 200 ml കൊടുക്കാം. ഇസാബിയോൺ 300 to 400 മില്ലി കൊടുക്കാം. അഗ്രോഗെയിനാണെങ്കിൽ 100 to 200 മില്ലിയും കൊടുക്കാം. നമുക്ക് ബാരൽ കോസ്റ്റ് അത്യാവശ്യം നല്ലൊരു ബാരൽ കോസ്റ്റ് വരും. പക്ഷേ നല്ല പക്ക റിസൾട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ബാരൽ കോസ്റ്റ് കൃത്യമായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയില്ല. വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഏത് കാ പിടിക്കാത്ത ചെടികളിലും നല്ലപോലെ കാ പിടിക്കാനുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളുമാണ്. എല്ലാത്തിൻ്റെയും റിസൾട്ട് അത്യാവശ്യം നമ്മുടെ വീഡിയോ ഗ്രൂപ്പിൽ നമ്മൾ വീഡിയോകളിലൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ള ഈ പ്രോഡക്റ്റുകൾ അധികം ആരും പരിചയപ്പെടാത്തൊരു കോമ്പിനേഷൻ ഈ അപ്പെക്സ് 50 മാത്രമായിരിക്കും. ബാക്കി എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. നല്ലൊരു കോമ്പിനേഷനാണ്. കായ് പിടിക്കാതെ ബുദ്ധിമുട്ട് നിൽക്കുന്നവരൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെല്ലാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ വീഡിയോകളൊന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ടുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഇത്രയും നേരം നമ്മുടെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.